ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പോറ്റിക്ക് പിന്നാലെ പിടിയിലായ അടിമുടി പാർട്ടിക്കാരായ പത്മകുമാറിനും വാസുവിനും വേണ്ടി SITയെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷം ഇനിയും കത്തിക്കും. ഇതിനിടെ പുറത്തിറങ്ങുന്നവരെ കാത്ത് കയ്യാമവുമായി EDയും നിൽപ്പുണ്ട്. SITയുടെ കുറ്റപത്രം ഇനിയും വൈകുന്നത് എന്തുകൊണ്ടെന്ന സംശയമാണ് ബലപ്പെടുന്നത്. പോറ്റിയെ ഇറക്കിയോ എന്നതാണ് ചോദ്യം. ഡോക്ടർ PK ഗോപനാണ് CPM-ൽ നിന്നും. കോൺഗ്രസിൽ നിന്നും അബിൻ വർക്കി, രാഷ്ട്രീയ നിരീക്ഷകയായി ശ്രീ NP ചെക്കുട്ടി, BHP പ്രതിനിധി അനിൽ വിളയിൽ എന്നിവരാണ്. ആദ്യം അബിൻ വർക്കിയിലേക്കാണ്. അബിൻ, ഇപ്പോൾ പോറ്റിയെ കേറ്റി എന്ന പാട്ടാണ് പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്, സഭയിൽ ആവർത്തിച്ച് പാടുന്ന പാട്ടാണ്. ഇപ്പോൾ പോറ്റിയെ ഇറക്കി എന്ന രൂപത്തിലേക്ക് പാട്ട് മാറ്റേണ്ടി വരുമോ? അല്ല, തീർച്ചയായിട്ടും ഇത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഈ ക്രമക്കേടുകളൊക്കെ നടത്തുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് സർക്കാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ട്, ഇപ്പോൾ ഇറങ്ങാനിടയായ സാഹചര്യം തന്നെ ഒരു സ്വാഭാവികമായ ജാമ്യമാണ് ലഭിച്ചത്. ഈ സ്വാഭാവിക ജാമ്യം എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരു കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളത് ഒരു നിയമമാണ്. ആ നിയമത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പ്രാഥമികമായ ഒരു കുറ്റപത്രം വേണമെങ്കിൽ സമർപ്പിക്കാം, എന്നിട്ട് അന്വേഷണ സംഘത്തിന് ഡീറ്റെയിൽഡായ കുറ്റപത്രം പിന്നീട് സമർപ്പിക്കാം എന്ന് പറയാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രാഥമികമായ കുറ്റപത്രത്തിൽ തന്നെ ഈ പോറ്റിയെ വീണ്ടും അകത്തിടാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനോ സാധിക്കും. പക്ഷെ അതിന് പോലും ശ്രമിക്കാതെ, പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഡീറ്റെയിൽഡായ കുറ്റപത്രത്തിലേക്ക് പോയ SIT സംഘം അത് ആരുടെ പ്രേരണയിലാണ് അങ്ങനെ പോയത് എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ഈ SIT സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദമുണ്ട് എന്ന് ആദ്യം ഞങ്ങൾ ആരോപിച്ചതാണ്. അത് ഹൈക്കോടതി ശരിവെച്ചതാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ, അത് ഡിസംബർ 1 മുതൽ 5 വരെയുള്ള ഒരു ഘട്ടത്തിൽ പിന്നീട് അന്വേഷണ സംഘം നടത്തേണ്ട ചോദ്യം ചെയ്യലൊന്നും നടത്താതെ വന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് SIT സംഘത്തിൽ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞത്. അതിന് തന്നെ പിന്നീട് വന്ന ഹൈക്കോടതി വിധി പ്രസ്താവിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഓർഡറിൽ പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ മെല്ലപ്പോക്ക് എന്നൊരു ചോദ്യം കൃത്യമായ തീയതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് പ്രതിപക്ഷം അന്ന് പറഞ്ഞ സമ്മർദ്ദം എന്നുള്ളത് ഈ SIT സംഘത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കുറ്റപത്രം കൂടി സമർപ്പിക്കാതെ വരുമ്പോൾ, അതും പ്രാഥമികമായ കുറ്റപത്രം, ഇപ്പോൾ അവർക്ക് വീണ്ടും ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് വരണമെന്നൊക്കെ പറയുമ്പോൾ പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പോറ്റിക്ക് പുറത്തിറങ്ങാനുള്ള വഴിയും കൂടെ ഒരുക്കി കൊടുക്കുമ്പോൾ ഈ പ്രതികളെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്, സർക്കാർ എടുത്തിരിക്കുന്നത് വ്യക്തമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോഴും ഈ കേസിൽ ക്രമക്കേട്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? തൊണ്ടി മുതൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. കോടതിയും പറയുന്നു, അന്വേഷണ സംഘവും പറയുന്നു, എല്ലാവരും പറയുന്നു ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, സ്വർണം അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് പൂർണ്ണമായ പാളികളാണോ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോയത് എന്ന സംശയമാണ് കോടതി പോലും ഉന്നയിച്ചത്. എന്നിട്ടും ഈ ദിവസം ഇത്രയുമായിട്ട് തൊണ്ടി മുതൽ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ അന്വേഷണത്തിൽ വ്യക്തമായ അല്ലെങ്കിൽ തെളിവുകളോടെ പുറത്തു വന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറാണ് ഇതിലെ പ്രതി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അയാൾ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പത്മകുമാറും വാസുവുമാണ് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തുകൊണ്ട് സ്വർണം എന്നതിന് പകരം ചെമ്പ എന്നുള്ളത് ആക്കി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഈ CPM അവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രതികളെ സംരക്ഷിക്കുന്നത് സർക്കാരും ഈ പാർട്ടിയുമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോറ്റിയുടെ ഈ സ്വാഭാവികമായ ജാമ്യം കിട്ടലിൽ അതിലും സംശയമാണ്, കുറ്റപത്രം വൈകുന്നത് സംശയമാണ്. അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദമുണ്ട് എന്ന പ്രതിപക്ഷം പറഞ്ഞതിനെ നേരത്തെ കോടതി അടിവരയിട്ട് ശരിവെച്ചതാണ്. അത് വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു, ഈ സമ്മർദ്ദം അന്വേഷണ സംഘത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. കോടതി ഉദ്ധരിച്ച് അബിൻ പറയുമ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെയാണ് അബിൻ ഉദ്ധരിക്കുന്നത്. കാരണം ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് SITയുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർത്തിയിട്ടുള്ളത് സിംഗിൾ ബെഞ്ചാണ്. പക്ഷേ ദേവസ്വം ബെഞ്ച് പൂർണ്ണമായും SITയിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. ഇന്നലെ കൂടി ആ കാര്യം പറയുകയാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പ്രതികൾ മുഴുവൻ പുറത്തു പോയാലും കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്നാണ് കോടതി പറയുന്നത്. SITയിൽ പൂർണ്ണ വിശ്വാസം, SIT ഞങ്ങൾക്ക് കീഴിലാണെന്ന് കോടതി പറയുന്നു. അതിൽ വേറെ ആർക്കും ഇടപെടാനാകില്ല എന്ന് കോടതി വലിയ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ കോടതിയെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ സിംഗിൾ ബെഞ്ചിനെ വിശ്വസിക്കുന്നു,
ഡിവിഷൻ ബെഞ്ചിനെ, ദേവസ്വം ബെഞ്ചിനെ അവിശ്വസിക്കുന്നു എന്ന രൂപത്തിലാണോ പ്രതിപക്ഷം കാണുന്നത്? അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ കോടതിയിൽ പൂർണ്ണ വിശ്വാസം തന്നെയാണ്. ഞങ്ങൾക്ക് കോടതിയുടെ നടപടിക്രമങ്ങളിലോ കോടതി പറയുന്നതിലോ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസക്കുറവില്ല. ഞങ്ങൾ ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണത്തെ ഇത്ര കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും പിന്തുണയ്ക്കുന്നതും ഒക്കെ. കാരണം ഇത് സർക്കാരാണ് നടത്തിയിരുന്നതെന്നുണ്ടെങ്കിൽ പണ്ടേ ഇവരൊക്കെ പുറത്തു പോകുമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഇവർ ആരും അറസ്റ്റ് ചെയ്യപ്പെടാനും പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമാണ്. എങ്കിലും കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ വിശ്വാസി സമൂഹവും പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഇതിനെ പിന്തുണയ്ക്കുന്നത്. പക്ഷെ കോടതി പറയുന്നതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പൊ കോടതിക്ക് ഒരു അന്വേഷണ സംഘത്തെയും തള്ളി പറയാൻ പറ്റില്ല. അവർ ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത അന്വേഷണ സംഘമാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇതിനകത്തെ പ്രായോഗികമായ കാര്യങ്ങളാണ്. കാരണം കുറ്റപത്രം സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ മുൻപിൽ വരുന്ന കേസിൽ ഇവരാരും പുറത്തു പോകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുറ്റപത്രം അല്ലെങ്കിൽ ഈ പിടിക്കപ്പെട്ട പ്രതികളെല്ലാവരും തന്നെ അവരാരും തന്നെ പുറത്തു പോകില്ല. കാരണം അവരാരും കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞിട്ടില്ല. ഓൾറെഡി അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും പുറത്തു പോകില്ല എന്നുള്ളതാണ് കോടതിയുടെ വെർഷൻ. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താണ്? ഇവരെ കുറ്റപത്രം സമർപ്പിക്കാത്തത് മൂലം ഉണ്ണികൃഷ്ണ പോറ്റി അടക്കമുള്ളവരെ സ്വാഭാവികമായ ജാമ്യത്തിന് വിടാൻ ഈ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. അതിന്റെ കാരണം എന്താണ്? ഈ കുറ്റപത്രത്തിന്റെ പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്കും ജാമ്യം കിട്ടാൻ പോകുന്നില്ല, ബാക്കി ആർക്കും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഈ അമ്പലക്കള്ളന്മാരൊക്കെ അകത്ത് തന്നെ കിടക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ താല്പര്യം, എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം. ആ താല്പര്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം കുറ്റപത്രം വൈകിപ്പിച്ചത് കൊണ്ടാണ് ഇവർ പുറത്തിറങ്ങുന്നത്. കോടതിയുടെ മുമ്പിൽ ഇവർ അകത്ത് കിടക്കുന്നോ പുറത്ത് കിടക്കുന്നോ എന്നതിനപ്പുറമായിട്ട് ആത്യന്തികമായി ഇവർ കൺവിക്ട് ചെയ്യുക എന്നുള്ളതാണ് കോടതിയുടെ ആകെ ലക്ഷ്യം. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. ഇവർ ഒരു കാരണവശാലും ഇവന്മാർ ഈ അമ്പലക്കള്ളന്മാർ പുറത്തു പോകരുത്. അതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും ഇടപെടൽ നടത്തി ഈ കുറ്റപത്രം വൈകിപ്പിച്ച് അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരം കൊടുക്കരുത്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കുറ്റപത്രത്തിന്റെ പ്രാഥമികമായ കുറ്റപത്രം പോലും കൊടുക്കാൻ വൈകിയെന്ന് ഞങ്ങൾ പറയുന്നു. ശരി, ഡോക്ടർ പി കെ ഗോപൻ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതി മുഖ്യ ആസൂത്രകൻ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. CPM ആശങ്കയുണ്ടോ? അല്ല, CPM ആശങ്ക ഇരിക്കട്ടെ. നേരത്തെ കോൺഗ്രസ് പ്രതിനിധിക്ക് അദ്ദേഹം പറഞ്ഞതിന് മുഴുവൻ, അതുപോലെ മാധ്യമങ്ങളും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എത്ര കൃത്യമായിട്ടാണ് ഇന്നലെ ബഹുമാന്യ ഹൈക്കോടതി മറുപടി പറഞ്ഞത്. ഒരു കോടതി ഇന്നലെ പച്ചയായി ഈ കാര്യങ്ങൾ മുഴുവൻ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഈ SITയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കുറ്റപത്രം താമസിക്കുന്നതിൻ്റെ കാര്യവും ഞങ്ങൾക്ക് മനസ്സിലായി. SIT ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞങ്ങളുടെ മേൽ ആർക്കും സമ്മർദ്ദമില്ല. SIT സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ്. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും പകൽ സൂര്യൻ ഉദിച്ചു നിന്നിട്ടും വൈകുന്നേരം 7 മണിക്ക് വന്നിരുന്നുകൊണ്ട് SITക്ക് സമ്മർദ്ദം ചെലുത്തുന്നു വെച്ചാൽ കോടതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന വാചകമൊന്നും കോടതി പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, കോടതി പറഞ്ഞ എന്തൊക്കെയാണ് സ്മൃതി ഒന്ന് പറഞ്ഞേട്ടാ ആദ്യം. ഒരു പ്രയാസവും ഇല്ലാതെ ഇവിടെ അബിൻ വർക്ക് ചർച്ചയിൽ പങ്കെടുത്തല്ലോ. കോടതി പറഞ്ഞ എന്തൊക്കെയാണ് അദ്ദേഹത്തെ ഒന്ന് പഠിപ്പിച്ചേട്ട സ്മൃതി, എങ്ങനെയാണെങ്കിൽ കുറെ സമയം എടുത്തിട്ട് അങ്ങ് ഇതെല്ലാം വിളിച്ചു പറയുമ്പോൾ അങ്ങ് എന്റെ ചോദ്യത്തിന് ഉത്തരം തരൂ. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങിയതിൽ ആശങ്കയുണ്ടോ, വിഷമമുണ്ടോ? അല്ല, സ്മൃതിയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നില്ല. ഇപ്പൊ സ്മൃതി എന്ത് ചെയ്യും എന്നെ? അതൊന്ന് കേൾക്കട്ടെ, പിന്നെ ഞാൻ മറുപടി പറയാം. ശ്രീ NP ചെക്കുട്ടി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങിയിരിക്കുന്നു. 4 പ്രതികളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് ജനം കാണുന്നത് എന്നുള്ള ചോദ്യമാണ് എനിക്ക് അറിയേണ്ടത്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രീ ഗോപൻ തയ്യാറാകുന്നില്ല. ശ്രീ NP ചെക്കുട്ടി പറയൂ. അല്ല, അതിലുള്ളൊരു പ്രശ്നം, ഈ കേസ് കേരളത്തെ വളരെയേറെ പിടിച്ചൊലിച്ചൊരു കേസാണ്. ഈ കേസിൻ്റെ അന്വേഷണം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകണം, പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന് കേരളീയ സമൂഹം പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കേസിനകത്ത് എന്തുകൊണ്ടാണ് പ്രതികൾക്ക് ഇങ്ങനെ ജാമ്യം കിട്ടാനിടയായ ഒരു സാഹചര്യം ഉണ്ടായത്? കോടതിക്ക് ജാമ്യം സാധാരണ നിലയിൽ നിയമ നടപടികൾക്കനുസരിച്ച് കൊടുക്കാൻ ബാധ്യത. പക്ഷേ ഈ സമയത്ത് എന്തുകൊണ്ട് SIT ഈ കക്ഷികളെയൊക്കെ പിന്നെ ശിക്ഷ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള വിചാരണ നടപടിയിൽ പോകാനായിട്ട് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല?
അതൊരു ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. സാധാരണ നിലയിൽ പിന്നെ കുറ്റപത്രത്തിൻ്റെ കാര്യത്തിൽ പിന്നെ എല്ലാ അന്വേഷണവും പൂർത്തിയാക്കിയിട്ട് മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കാവുന്നത്. 90 ദിവസത്തിന് ആ സമയപരിധിക്കുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യണം. കാരണം പ്രതികൾക്ക് പിന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ പുറത്തു പോകുന്നത് മാത്രമല്ല അവർക്ക് വലിയ ഉന്നത സ്വാധീനമുള്ള ആളുകളാണ്. കാരണം യഥാർത്ഥത്തിൽ ഒരു കീഴ്ശാന്തിയായിട്ട് വന്ന ആളാണെങ്കിലും കേരളത്തിലെ ശബരിമലയുടെ ദേവസ്വത്തിന് ബോർഡിന് മുകളിലുള്ള മന്ത്രിസഭയെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ വളരെ കൂളായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് കറങ്ങി നടക്കാൻ സൗകര്യം ലഭിക്കുന്നു, തെളിവുകൾ നശിപ്പിക്കാനും മാറ്റിമറിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കേസിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിധി ഉണ്ടാവാനിടയില്ല, അട്ടിമറിക്കപ്പെടും എന്നുള്ള വളരെ ഗുരുതരമായിട്ടൊരു ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അങ്ങനെ ഒരു സംഭവിക്കാനിടയാക്കിയത് ഇപ്പം പിന്നെ SIT കുറിച്ച് പരാതി എന്നുള്ള ആൾക്കല്ല, ഈ SITയുടെ അന്വേഷണത്തിനകത്ത് പലപ്പോഴും ചില വിഷയങ്ങളിലെങ്കിലും ഒരു തരത്തിലുള്ള ലാഗിങ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അവരൊരു മന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് സത്യം തുടക്കം മുതലേ എല്ലാവർക്കും അറിയാം മന്ത്രിയായിരുന്നു. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു കേരളത്തിൻ്റെ പിന്നെ ദേവസ്വം ബോർഡ് മന്ത്രി. അദ്ദേഹവും ഈ പോറ്റിയും തമ്മിലൊക്കെ ഉള്ള ബന്ധത്തിൻ്റെ വളരെ ആഴത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പിന്നെ കേരളത്തിൽ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ ബന്ധം വികസിച്ച് വന്നത് തുടങ്ങിയ കാര്യങ്ങളും ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ബന്ധപ്പെട്ട മന്ത്രിയെ ചോദ്യം ചെയ്യാൻ കൃത്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് വരെ ഈ SIT കാത്തു നിന്നു. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ SIT എന്ന് പറയുന്നത് വളരെ ശുദ്ധമായിട്ടുള്ള ഒരു പരിശുദ്ധ നെയ്യിൻ്റെ ഒക്കെ രൂപത്തിലാണ്, കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലൊക്കെ ആണെങ്കിൽ പോലും കോടതികളുടെ ശ്രദ്ധയിലേക്ക് വരാത്ത രൂപത്തിൽ, കോടതികളുടെ നിരീക്ഷണത്തിൽ വരാത്ത രൂപത്തിൽ പല കാര്യങ്ങളിലും അവർ പിന്നെ സർക്കാരുമായിട്ട് ഒത്തുകളിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്ന രൂപത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുമ്പോട്ട് വന്നത്. മാത്രമല്ല ഇപ്പോൾ തന്ത്രി ജയിലിലായി, എന്നിട്ടും മന്ത്രിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികൾ പിന്നെ പുറത്തിറങ്ങുന്നത്, അവർക്ക് ജാമ്യം കിട്ടുന്നത് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയ്ക്ക് വഴി തുറക്കുന്നു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി, ഒരു ഭീതി കേരളീയ സമൂഹത്തിലുണ്ട്. അതൊരു വസ്തുതയുമാണ്. പക്ഷേ ശ്രീ NP ചെക്കുട്ടി, ഇതിപ്പോൾ ഈ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം, ദേവസ്വം ബെഞ്ച് ഈ പ്രതികൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്ക വേണ്ട എന്ന് SITക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സർക്കാരിനുള്ള ആത്മവിശ്വാസമായി എടുക്കുകയാണ്. സഭയിൽ നമ്മൾ കണ്ടു പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള തർക്കത്തിൽ ഇതാണ് ദേവസ്വം ബെഞ്ചിന്റെ പ്രതികരണവും പറയുന്നതിനൊപ്പം തന്നെ SIT അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഭയക്കുന്നു എന്ന മറുവാദം കൂടി നമ്മൾ ഇന്ന് കണ്ടതാണ്. സഭയ്ക്ക് പുറത്തേക്കുള്ള പ്രതിഷേധ പരിപാടിയിൽ ഭരണപക്ഷവും പ്ലക്കാർഡുകളുമായി ഇറങ്ങുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടോ, അതോ ഇത് ഒരു ആത്മവിശ്വാസമുണ്ടെന്ന കാണിക്കൽ മാത്രമാണോ? അല്ല, സർക്കാരിന് കോടതി ഏതെങ്കിലും തരത്തിൽ ഒരു ലീവേ നൽകിയതായോ, സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ വെള്ളപൂശുന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയതായിട്ടോ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടാവാം. പക്ഷേ വസ്തുതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SITയെ സംബന്ധിച്ചിടത്തോളം SITയുടെ നിരീക്ഷണം, അവരുടെ പ്രവർത്തന സംഘങ്ങളെ സംബന്ധിച്ച് പരാതിയൊന്നും കോടതി ഉന്നയിക്കുന്നില്ല. പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമാവാത്ത രൂപത്തിൽ പലപ്പോഴും ഈ തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എവിടെ നിന്ന് വരുന്നതാ? ഈ ഉദ്യോഗസ്ഥന്മാർ വരുന്നത് കേരള സർക്കാരിൻ്റെ പോലീസ് വിഭാഗത്തു നിന്നാണ്. കേരള സർക്കാരിനോട് അവർ ആൻസറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ചില വിഷയങ്ങളിൽ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടൊരു പിന്നെ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വന്നു. അത്തരം ചോദ്യങ്ങൾ ഒരുപക്ഷേ കോടതി വേണ്ട വിധം പരിശോധിച്ചിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും കോടതി നൽകിയിരിക്കുന്ന ഒരു വെള്ളപൂശൽ എന്ന് പറയുന്നത് SITയെ അവർ ക്ലിയർ പൊസിഷനിൽ നിർത്തിയിട്ടുണ്ട്. അത് സർക്കാരിന് വെള്ളപൂശലല്ല, സർക്കാരിനെ നിയന്ത്രിക്കുന്ന മന്ത്രിമാരെ വെള്ളപൂശലല്ല. യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആരാണ്? ഈ ഒരു ക്രിമിനൽ കൊള്ളയ്ക്ക് യഥാർത്ഥത്തിൽ ഉത്തരവാദികളായിട്ടുള്ളത് അത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സർക്കാരാണ്, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം അതിശക്തമായിട്ട് ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര കേസുകൾ ഇങ്ങനെ അട്ടിമറിച്ചിട്ടുണ്ട്? ഇത് ആദ്യമായിട്ടാണോ ഈ പിന്നെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത്? നിരവധി ഈ കോടതിയിൽ തന്നെ അട്ടിമറിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കേസുകൾ
കേസുകൾ അട്ടിമറിക്കുക എന്നുള്ളത് കേരളത്തിൽ വളരെ വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് അധികാരത്തിലുള്ള പാർട്ടി നിരവധി തവണ അത് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ധാരാളം ദുരന്തങ്ങൾ, അതിൻ്റെ ധാരാളം അനുഭവങ്ങൾ കേരളീയ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ, ഇപ്പോൾ എടുക്കുന്ന SIT വെള്ളപൂശുന്ന ഈ സമീപനം കൊണ്ട് മാത്രം ജനങ്ങൾക്ക് ബോധ്യം വരില്ല, ജനങ്ങൾക്ക് അത് വിശ്വാസം വരില്ല എന്ന് പറയാനുള്ള കാരണം ഇതിനു മുമ്പ് എത്രയോ തവണ കേസുകൾ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന സത്യമാണ്. ശരി, ഡോക്ടർ PK ഗോപൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയതിൽ CPM അതിനെ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അങ്ങേക്ക് ആ ഉത്തരത്തിന് മുൻപ് തന്നെ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ വാചകങ്ങൾ പറയാം. SIT അന്വേഷണത്തെ ഹൈക്കോടതി പ്രശംസിച്ചു. SITയുടേത് ഏറ്റവും വിശ്വാസയോഗ്യമായ അന്വേഷണമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. CBI അന്വേഷണ ആവശ്യം അംഗീകരിക്കാതെ, അതായത് BJP സംസ്ഥാന അധ്യക്ഷനും VHPയും തന്ത്രി സമാജവും നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യമില്ല. ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ ആവശ്യങ്ങളുമായി കോടതിയിലേക്ക് ഇപ്പോൾ വരരുത്. സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥരാണ് CBI ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. CBI അന്വേഷണം ഇപ്പോൾ ആവശ്യമില്ല എന്ന കാര്യം പറയുന്നു. SIT അന്വേഷണം ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ്. എങ്ങനെ മുന്നോട്ട് അന്വേഷണം പോകുന്നു എന്നുള്ളത് ബെഞ്ചിന് അറിയാം. ഇതാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇനി അങ്ങ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുക. അല്ല, അതാണല്ലോ നിങ്ങളുടെ ചോദ്യത്തെ മാത്രം പ്രതികരിക്കാനല്ലല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്റെ ചോദ്യത്തിന് കൂടി കോൺഗ്രസിന്റെ പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അത് തീർച്ചയായിട്ടും പറയും. പക്ഷേ തീർച്ചയായിട്ടും പറയും. അത് ആദ്യം തന്നെ പറയണമെന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ. പറയാതെ ഞങ്ങൾ ചർച്ച അവസാനിപ്പിക്കും. അങ്ങനെ വാശി പിടിച്ചിട്ടില്ലല്ലോ. ഇത്രയും ശ്രീമതി സ്മൃതി ഉൾപ്പെടെ, അതാണ് ചർച്ച ചെയ്യാൻ സ്മൃതി സമ്മതിക്കത്തില്ല, എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ ശ്രീമതി സ്മൃതിക്ക് ഉൾപ്പെടെയുള്ള തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത്. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും കേരളത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന, പച്ച കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനും ഇതിനേക്കാൾ വലിയ ഒരു അടി ഈ അടുത്ത കാലത്ത് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇപ്പോഴും ചെക്കുട്ടി സാർ ഉൾപ്പെടെയുള്ളവർ അതിൽ നിന്ന് വിടുന്നുണ്ടോ? ഏത് കേസാണ് സാറേ കേരളത്തിൽ അട്ടിമറിച്ച്? ഒരു കേസ് സാർ ഇവിടുന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. ഈ ചർച്ചയ്ക്ക് മുമ്പായിട്ട് സാറ് പറയണം ഏത് കേസാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടത്, ഏത് കേസാണ് തെളിയിക്കപ്പെടാതെ പോയിട്ടുള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് എന്താണ്? ഈ ശബരിമല കേസ് തെളിയിക്കുക. 44 തവണയെ നീട്ടിവെച്ചൊരു കേസുണ്ട്, അത് അന്വേഷിച്ചാൽ മതി. അത് അങ്ങേക്ക് പറയാം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. ഏത് കേസാ സാർ? ഈ 44 തവണ അങ്ങ് പറയുന്ന കേസ് CBI അങ്ങ് ഉദ്ദേശിക്കുന്ന കേസ് ഏതാണെന്ന് ഞാനും പറയുന്നില്ല. അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങ് ഇടയ്ക്കൊക്കെ പറയാൻ നിങ്ങൾക്ക് സമയം തരും, സ്മൃതി തരും, അത് കുഴപ്പമില്ല. നിങ്ങൾ തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമായിട്ട് തരും. അതുകൊണ്ട് ആ കോടതിയിലുള്ള ഉത്തരങ്ങളിലേക്ക് വരൂ. ഈ അധിക്ഷേപം നിർത്തി ഒന്ന് ആൻസറിലേക്ക് വന്നുകൂടെ? എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കല്ലേ? എല്ലാവരും ഞാൻ വിളിച്ചിട്ട് വന്നവരല്ലേ? നിങ്ങൾക്ക് ആളുകളെ മുഴുവൻ പരിഹസിക്കാം, ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ. 44 തവണ സുപ്രീം കോടതി മാറ്റിവെച്ചതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണോ CBIക്കാണോ അദ്ദേഹം പറയണം. തെളിവ് കൊടുക്കേണ്ടതിന് പകരം തെളിവ് കൊടുക്കാനില്ലാതെ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും തെളിവ് കൊടുക്കത്തില്ല. അതിന്റെ പേര് സുപ്രീം കോടതി. ഇവിടെ വിജിലൻസ് കോടതി എടുത്ത് ചവിറ്റുകൊട്ടെ തള്ളിയ കേസാ, ഹൈക്കോടതി എടുത്ത് കടന്ന കേസാ. അതാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. അവിടെ തെളിവ് കൊടുക്കാനില്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിരിക്കട്ടെ, കേരളത്തിൽ ഈ ഗവൺമെന്റ് ഒരു കേസും തെളിയിക്കപ്പെടാതെ പോയിട്ടില്ല. നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നടന്ന ജിഷ കൊലക്കേസ് പോലും കേരളത്തിൽ എത്ര പരിഹാസ്യമായിട്ട് ആ കേസ് തെളിയിക്കാൻ പരിശ്രമിച്ചത്. പച്ചമാങ്ങ കെട്ടിത്തൂക്കിയിട്ടിട്ട് വഴിയെ പോയവരെ വിളിച്ച് കടിപ്പിച്ചിട്ട് പല്ലിന്റെ അടയാളം എടുക്കാൻ നിന്ന പോലീസാണ് കേരളത്തിലെ. തേഞ്ഞു പോയ ചെരുപ്പ് വച്ചിട്ട് ആ ചെരുപ്പ് ആര് വന്ന് കാലയിലിടുന്നോ അതിന്റെ അടയാളം എടുക്കാൻ നിന്ന പോലീസിന്റെ സ്ഥാനത്താണ് ഇന്ന് 10 വർഷമായിട്ട് കേരളത്തിലെ പോലീസ്. ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ വളരെ കൃത്യമായി ആ അന്വേഷണം SIT നടത്തുന്നു. അതിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും പ്രതികൾ ജാമ്യം കിട്ടിപ്പോയാൽ ഈ കേസിനെ അത് ബാധിക്കില്ല. മറിച്ച് കൃത്യമായ തെളിവ് കണ്ടെത്തി അത് കൂട്ടിയോജിപ്പിച്ച് അത് ലിങ്ക് ചെയ്ത് കോടതിയിൽ അവതരിപ്പിച്ചാലേ ഇവർ രക്ഷപ്പെടാതിരിക്കൂ. ഈ വാശി എടുക്കുന്നത്, ഒരു കാല് പിറകോട്ട് വെക്കുന്നത്, SIT ഒരു കാല് പിറകോട്ട് വെക്കുന്നത് 2 കാല് മുന്നോട്ട് വയ്ക്കാനാണ്. ബഹുമാന്യ ഹൈക്കോടതി പറയുക ഇവർ ജാമ്യം എടുത്തു പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. അത് CPMന്റെ കുഴപ്പമാണ്. CPMന് ഇതിനകത്ത് റോളില്ലെന്ന് ഇന്നലെ
ഹൈക്കോടതിയിൽ കൃത്യമായി കോടതി തന്നെ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ ഇതിനകത്ത് ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷമായിട്ട് ബന്ധമുള്ള ആളിനെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ പറയും അതിൽ ഗവൺമെന്റിന് യാതൊരു റോളും ഇല്ല. ഇടതുപക്ഷമായിട്ട് ബന്ധമില്ലാത്ത ആളിനെ അറസ്റ്റ് ചെയ്താൽ പറയും പിന്നെ അത് ഗവൺമെന്റ് ബോധപൂർവം ചെയ്യിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയാറുണ്ട്. പക്ഷെ വസ്തുത ഇന്നലെ ബോധ്യപ്പെട്ടില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പി കെ ഗോപൻ ഈ വിഷയം ഒരു മിനിറ്റ് ശ്രീ ഗോപൻ, സഭയിലേക്ക് പോകുന്നതിന് മുമ്പ് SITയിൽ ഇങ്ങനെ പൂർണ്ണ വിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ SIT പൂർണ്ണ വിശ്വാസത്തോടു കൂടി അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്ന പത്മകുമാറിനെ ഇപ്പോഴും എന്താണ് പാർട്ടിയിൽ നിലനിർത്തുന്നത്? നിങ്ങൾക്ക് SITയിലാണല്ലോ പൂർണ്ണ വിശ്വാസം. ശ്രീമതി സ്മൃതി ഒരു 150 തവണ ഇതിന് മറുപടി പറഞ്ഞതാണ്. പത്മകുമാർ സ്വർണം പിന്നെ എടുത്ത് കൊടുത്തു എന്ന് കോടതി പറഞ്ഞു. ഇവിടെ ഏതോ മുതലാളിക്ക് വിറ്റുമെന്ന് ആരാണ്ട് കോടതി പറഞ്ഞെന്നാണ് പറയുന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ മാത്രമല്ല ഹൈക്കോടതി. ഈ കോടതിയുടെ വിധി ഗവൺമെന്റിനെ കുറിച്ചോ പ്രതിപക്ഷത്തെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഒരു സിംഗിൾ ബെഞ്ചിനോട് കൊടുക്കുന്ന മറുപടിയായി ഹൈക്കോടതി. പറയുന്ന കാര്യങ്ങളല്ല കോടതിയുടെ നിരീക്ഷണം. കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ഭരണപരമായി വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. ഇനി ഇതിന്റെ ഇടപെട്ടിട്ടുണ്ടോ, വേറെ ആർക്കെങ്കിലും സമ്പത്ത് കിട്ടാൻ സഹായിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളുടെ ഗ്രാവിറ്റി പരിശോധിച്ചിട്ടാണ് പത്മകുമാറിന്റെ പേരിൽ നടപടി വരുന്നത്. ഞങ്ങൾ 10,000 തവണ പറഞ്ഞതാ. ഇന്നലെയും കോടതിയുടെ നിരീക്ഷണത്തിൽ പത്മകുമാർ സമ്പത്ത് അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞോ, പത്മകുമാർ സ്വർണം കൊണ്ടുപോയെന്ന് പറഞ്ഞോ? ഒരു പ്രതിപക്ഷ നേതാവ് പുറത്തിറങ്ങി സ്ഥിരമായിട്ട് പറയുക കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഡോക്ടർ പി കെ ഗോപൻ, ഈ വാദം ഈ പറയുന്ന എല്ലാ പ്രതികളുടെ കാര്യത്തിലും ബാധകമായിരിക്കുമല്ലോ അല്ലേ? എന്തിനൊക്കെയോ പിടിച്ചകത്തിട്ടിരിക്കുന്നു. അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പിടിച്ച് അകത്തിട്ടിരിക്കുന്നവർ മുഴുവൻ ഈ പറയുന്ന സാങ്കേതികമായ അവർക്ക് പറ്റിയ പിഴവ് അല്ലേ? സാങ്കേതികമായി പിഴവ് പറ്റിയെന്നാണോ സ്മൃതി പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ സാങ്കേതിക പിഴവാണോ വന്നേ? അല്ല, എനിക്കറിയില്ല. ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എന്ന പോലെ എല്ലാ പ്രതികളുടെ കാര്യത്തിലും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നാണോ പ്രതികരണം വന്നിരിക്കുന്നത്? അങ്ങീ പറയുന്ന ദേവസ്വം ബെഞ്ചിന്റെ വലിയ വിമർശനങ്ങൾ എവിടെയാണ് വന്നിട്ടുള്ളത്? അപ്പോൾ അങ്ങീ പറയുന്ന വാദങ്ങൾ ഈ പറയുന്ന മറ്റു പ്രതികളുടെ കാര്യത്തിലും ബാധകമാണോ ശ്രീ ഗോപൻ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഈ പ്രശ്നത്തെ എന്തെല്ലാം തരത്തിൽ വളച്ചൊടിക്കാൻ പരിശ്രമിച്ചാലും കേരളത്തിൽ ഈ കേസ് അന്വേഷിക്കുന്ന SIT, അത് നിരീക്ഷിക്കുന്ന, അത് ഒബ്സർവ് ചെയ്യുന്ന, അതിന് മോണിറ്റർ ചെയ്യുന്ന ഹൈക്കോടതി, അവരിന്നലെ ഈ കേസിന്റെ ഈ പ്രതികൾ സമയബന്ധിതമായി ജാമ്യം കിട്ടി പോകുന്നു എന്ന കേരളീയരുടെ ആശങ്കയ്ക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് പോരാ. നിങ്ങൾക്കിത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലയെ വരുത്തണം. സംസ്ഥാന ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല എന്ന് കോടതിയിൽ ഇന്നലെ മനസ്സിലായി. സംസ്ഥാന ഗവൺമെന്റ് പ്രതികളെ സംരക്ഷിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റുകൾ പറയുന്നവരെ അല്ല അറസ്റ്റ് ചെയ്യുന്നത്. കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യമല്ലേ ചോദിച്ചുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കേസിലെ 1-ാം പ്രതി പുറത്തിറങ്ങിയതിൽ CPM-ന് എന്താണ് നിലപാട്? ആശങ്കയുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. അങ്ങ് വീണ്ടും ഇന്നലത്തെ ഹൈക്കോടതിയുടെ പ്രതികരണം അത് CBI ആവശ്യവുമായി ബന്ധപ്പെട്ടതിനോട് മാത്രം പ്രതികരിക്കുന്നു. സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് കടക്കുക. ഞാൻ അത് കടന്നിട്ടേ ഞാൻ അവസാനിപ്പിക്കൂ, എന്റെ പോയിന്റ് അവസാനിപ്പിക്കും. ഞങ്ങൾക്ക് ആശങ്കയില്ലാത്തതിന്റെ കാരണം എന്താ? ഞങ്ങൾക്ക് പോറ്റിയല്ല, ഞങ്ങൾക്ക് പോറ്റി ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ആശങ്ക എന്തിനാ? ഞങ്ങൾക്ക് കോടതിയാണ് അതിനകത്ത് ഗ്യാരണ്ടി. കോടതി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായി ആ ഭാഷ. ആരിറങ്ങിപ്പോയാലും നിങ്ങൾ പേടിക്കണ്ട, നല്ല തെളിവ് വേണം. ഇത് ഇനി ബഹുമാന്യ ഹൈക്കോടതി നിയമത്തിന്റെ ഹിമാലയത്തിലിരിക്കുന്നതാണ് കോടതി. നിയമത്തിന്റെ ഇത്തരം യാത്രകളൊന്നും നടത്തിയിട്ടില്ലാത്ത എന്നെ പോലുള്ള ആളുകൾ പലതവണ ചർച്ചയിൽ പങ്കെടുത്തു. ഇത് നിങ്ങൾ മുൻകാല ചർച്ചയുടെ ക്ലിപ്പിംഗ്സ് നോക്കിയാൽ മതി. ആരിറങ്ങിപ്പോയാലും വന്നാലും തെളിവുകൾ കൂട്ടിമുട്ടിച്ച് ഹൈക്കോടതിയിൽ എത്തിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ. അല്ലാതെ ഇപ്പൊ 10 ദിവസം അധികം അകത്തിട്ടിട്ട് കാര്യമില്ല. അതൊരു സാധാരണ കൊലപാതക കേസോ മോഷണ കേസോ അല്ലെന്ന് ഇതേ വാചകം ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയും പറഞ്ഞു ഇത് കൊലപാതക കേസോ മോഷണ കേസോ അല്ല, ഇത് തെളിവ് കൃത്യമായിട്ട് ഹാജരാക്കണം, ഇത് ലിങ്ക് ചെയ്യിക്കണം തെളിവ്. അങ്ങനെ വല്ലാത്തൊരു ആത്മവിശ്വാസം അങ്ങയിലും പ്രകടമാണ്, സഭയിൽ ഭരണപക്ഷത്തിനും പ്രകടമാണ്. ശ്രീ അനിൽ വിളയിൽ,
VHP ഇന്നലെ ഹൈക്കോടതിയിൽ തിരിച്ചടി അങ്ങനെ പരിഹസിക്കണ്ട. അല്ലല്ല, ഞാൻ പറയട്ടെ സ്മൃതി അങ്ങനെ പരിഹസിക്കണ്ട. ഈ ആളുകൾ ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതില്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം കോടതിയാണ്. അതിനെ സ്മൃതി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല. കോടതി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമാകുന്നു, ചില സമയങ്ങളിൽ നിങ്ങൾ കോടതിക്കെതിരെയും ജഡ്ജിക്കെതിരെയും നിലപാടെടുക്കുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അതെ, ശരി, നിങ്ങൾക്ക് അനുകൂലമായപ്പോൾ അതിനെന്താ തർക്കം? എന്താ ശരി. അനിൽ വിളയിൽ ഇപ്പോൾ അല്ല, ഞങ്ങൾക്ക് അനുകൂലമായപ്പോഴല്ല, ഞങ്ങൾക്ക് അനുകൂലമാകുമ്പോഴല്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചത് സ്മൃതിയാ. ഇവിടെ ഇരിക്കുന്ന അബിൻ വർക്കിയോ കോൺഗ്രസോ ഒന്നും അല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈക്കോടതി ഇന്നലെ മുഖത്ത് നോക്കി അടിച്ചത് സ്മൃതിയുടെയാ, അല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അല്ല. രണ്ടാമതേ ഉള്ളൂ പ്രതിപക്ഷത്തിന് അടി കിട്ടിയത്. ഈ ചർച്ചയെ, ഈ സ്വർണ്ണക്കൊള്ളയെ മുഴുവൻ CPM-ന്റെ തലയിൽ വെക്കാൻ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്മൃതിയുടെ മുഖത്തേറ്റ അടിയാണ് ഈ ബഹുമാന്യ ഹൈക്കോടതിയിൽ ഇന്നലെ ഉണ്ടായത്. പ്രതിപക്ഷത്തിന് കിട്ടിയത്. അത് തന്നെ തീർത്തു പറയുന്നത്. ഞാനങ്ങ് സഹിച്ചത് സ്മൃതി, ഞാനങ്ങ് സഹിച്ചത് എന്റെ BP കൂടുന്നതിൽ. ശരി, ശ്രീ അനിൽ വിളയിൽ, അങ്ങയുടെ സംഘടനയ്ക്ക് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റു. ഇപ്പോൾ CPM പ്രതിനിധി ശ്രീ PK ഗോപൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എനിക്കും തിരിച്ചടിയേറ്റിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇന്നലത്തെ നിലപാടിൽ നിന്നും. പക്ഷേ പ്രതികൾ പുറത്തേക്കിറങ്ങുന്നു. ഇന്നിപ്പോൾ 1-ാം പ്രതി പുറത്തേക്കിറങ്ങുന്നു. പക്ഷേ പുറത്തേക്കിറങ്ങിയാലും നേരെ ED പിടിച്ച് അകത്തിടും എന്നുള്ളൊരു വിവരമാണ് കേൾക്കുന്നത്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ED ആണോ ഇനി പ്രധാന റോൾ എടുക്കാൻ പോകുന്നത്? അനിൽ വിളയിൽ പ്രതി പറഞ്ഞതിനകത്ത് വസ്തുതാപരമായ ഒരു പിശകുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ നടക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുന്നില്ല എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, വേറൊരു കാര്യം കൂടി കോടതി പറഞ്ഞു കേട്ടോ ശ്രീ അനിൽ വിളയിൽ. ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയ ആളും കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാൻ വന്നത് അതിനകത്ത് ഒരു സെന്റൻസിന്റെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ച OP-യിലെ ഒരു പാർട്ടി ഞാനായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന് വേണ്ടി ഹൈക്കോടതിയിലെ റിട്ട് ഫയൽ ചെയ്തത് ഞാൻ ഒപ്പിട്ടാണ്. അതിനകത്ത് ഒരു കാര്യം സ്മൃതി പറഞ്ഞത് തെറ്റാണ്. ഇത്തരത്തിലുള്ള സില്ലി കാര്യങ്ങളുമായി ഹൈക്കോടതിയിൽ വരരുത് എന്നൊരു പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വായിൽ നിന്നുണ്ടായിട്ടില്ല. അത് തെറ്റിദ്ധരുത്തേണ്ട ഒരു ഭാഗം തന്നെയാണ്. അപ്രകാരം ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിന് കിട്ടിയതിനെ പറ്റി എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ കേസിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് നോക്കിയതിനു ശേഷം മാർച്ച് മാസത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അതുവരെയുള്ള നിലവാരം പരിശോധിച്ചിട്ട് ചെയ്യാം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും VHPക്ക് വേണ്ടി ഞാനും തന്ത്രി സമാജവും ഫയൽ ചെയ്ത OP-ക്കകത്ത് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ബഹുമാനപ്പെട്ട ശ്രീ PK ഗോപനും അബിൻ വർക്കിയും പറഞ്ഞ കാര്യങ്ങളെ പറയുമ്പോൾ ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു മൂന്നാംകിട പാരടിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് അബിൻ വർക്കിയുടെ പാർട്ടി ചോദിക്കും പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് അവർ ചോദിച്ചിട്ട് അവർ പറയുന്ന ഉത്തരം എന്താണ്? LDF ആണ്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് PK ഗോപന്റെ പാർട്ടി ചോദിച്ചിട്ട് അവർ പറയുന്ന ഉത്തരം എന്താണ്? UDF ആണ്. ഇതിനകത്ത് അബദ്ധം പറ്റി നിരാശരായിരിക്കുന്നത് ആരപ്പ എന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ കേരളത്തിലെ വിശ്വാസി സമൂഹം തന്നെയാണ്. കാരണം ഇത് എപ്രകാരം വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ ഒക്കും എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തുകയാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. ഇതിനകത്ത് SIT-യെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം തൊട്ട് തന്നെയുണ്ട്. ഈ കേസിനകത്ത് SIT ഒരു പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അവരുടെ മെല്ലപ്പോക്ക് രാഷ്ട്രീയപരമായി ഇടപെടിയിൽ കൊണ്ടാണ് എന്ന് പൊതുസമൂഹം വിശ്വസിച്ചാൽ അതിനെ തെറ്റു പറയാൻ സാധിക്കില്ല. നമ്മൾ ശ്രദ്ധിക്കുക, ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഈ കേസിനകത്ത് തുടക്കം തൊട്ട് തന്നെ ഈ വാസു ആയിക്കൊള്ളട്ടെ, പത്മകുമാർ ആയിക്കൊള്ളട്ടെ, ആദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങൾ കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണ്, ഞങ്ങൾ സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് ചെമ്പുപാളി എന്നാണ് വാസു ഉൾപ്പെടെയുള്ള വ്യക്തികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 98-99 കാലയളവിൽ വിജയ് മല്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം പൂശിയതിന് നാളിതുവരെ ഒരു തെളിവ് സംഘടിപ്പിക്കാൻ SIT-ക്ക് നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളിടത്ത് SIT-യുടെ പരാജയം തുടങ്ങിയാണ്. രണ്ടാമത്തെ ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ 31 വർഷമായി ക്രിമിനൽ കേസുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. അതിനകത്ത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഉണ്ട്. ഒരു റിക്കവറി പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ ഇതുവരെ SIT-ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളിടത്ത് പരാമർശമുണ്ട്. ഏകദേശം 4.5 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടതെന്നാണ് SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ. ഏകദേശം 400 ഗ്രാം സ്വർണം മാത്രമാണ് നാളിതുവരെ റിക്കവർ ചെയ്തിട്ടുള്ളത്. ആ 400 ഗ്രാം ശബരിമലയിൽ നിന്ന് മോഷണം പോയ അതേ സ്വർണത്തിന്റെ ഭാഗം തന്നെയാണോ എന്നുള്ളതിനെ പറ്റി നാളിതുവരെ ഒരു അന്വേഷണം നടത്താൻ SIT-ക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ തെളിവ് കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇത്ര വിവാദമായ കേസ് പരിശോധന നടക്കുകയല്ലേ ശ്രീ അനിൽ വിളയിൽ? എന്തോ PSSC-യിൽ പരിശോധന നടക്കുകയല്ലേ? രണ്ടാമത്തെ പരിശോധന നടക്കുകയല്ലേ? അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ?
ഞാൻ നാളിതുവരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അടുത്തത്, ഇത്ര വിവാദമായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേസിൽ ഇത്രമാത്രം സാക്ഷികളെ ചോദ്യം ചെയ്തു, മൊഴികൾ എടുത്തു. ഏതെങ്കിലും ഒരു സാക്ഷിയുടെ മൊഴി ക്രിമിനൽ നടപടി പഴയ CRPC 164 പ്രകാരം ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തി ഭാവിയിൽ ഈ കേസിന് കൃത്യമായ വിചാരണയിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ടോ? അത് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത കാര്യമുണ്ട്, ഇതിനകത്തെ ഏകദേശം 8-9ഓളം പ്രതികള് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ടാണ് ഈ കേസിന്റെ അന്വേഷണം അല്ലെങ്കിൽ ഈ കേസിന്റെ ജാമ്യം വിജിലൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് പോയത്. ആ വിജിലൻസ് കോടതിയുടെ പരിഗണനയിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രതികളുടെ കേസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വരുമ്പോൾ സർക്കാർ പ്രോസിക്യൂഷന് അനുവാദം കൊടുക്കണം. അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ധാരാളം ലാക്കുണകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും വിലയിരുത്തുന്ന ഒരു വസ്തുതയാണ്. അതിനുശേഷം സ്മൃതി ചോദിച്ച ചോദ്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരു നിരാശയും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ ഇടപെടുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുന്നതെന്ന് വളരെ കൃത്യമാണ്. ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള പോലീസ് സംവിധാനം അന്വേഷിക്കുകയായിരുന്നുവെങ്കിൽ യാതൊരു വിധമായ അന്വേഷണവും നടക്കില്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ചെറിയൊരു നിസ്സാര വ്യക്തിയൊന്നുമല്ല. അതായത് SITക്ക് മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ വാദം VHP സ്വീകരിക്കുന്നില്ല അല്ലേ? അങ്ങനെ ഒരു വാദം നിങ്ങൾക്ക്? അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷത്തിന്റെ സ്വാധീനമുണ്ട്, പൂർണ്ണമെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ നോക്കൂ, അദ്ദേഹം പുറത്തിറങ്ങിയതല്ല, അദ്ദേഹത്തിനെ SITയും കേരളത്തിലെ ഇടത് സഖ്യവും പുറത്തേക്ക് ഇറക്കിയതാണ്. അതാണ് വാസ്തവം. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള സോണിയയുടെ വീട്ടിൽ കയറി ചെന്ന് അവരുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കാനും അവർക്ക് സമ്മാനം കൊടുക്കാനും കഴിവുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ സാഹചര്യവും അനുവാദവുമുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇത് അട്ടിമറിക്കപ്പെടും. ഇന്നലെ നമ്മൾ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നിസ്സാരമായിട്ട് എടുക്കാൻ സാധിക്കില്ല. ഈ കേസിൽ കുറ്റാരോപിതരായ ചില വ്യക്തികളുണ്ട്. കേരളത്തിലെ ആ കാലത്തെ ദേവസ്വത്തിന്റെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംശയമുനയിൽ നിൽക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തിറങ്ങി കഴിയുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കയറരുതെന്ന് മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഉള്ളൂ. അല്ലെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഒപ്പിടണമെന്നും വ്യവസ്ഥയുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ നാളിതുവരെ താങ്കളെ എന്തൊക്കെ ചോദ്യം ചെയ്തു, താങ്കൾ ഞങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള മറുപടികൾ കൊടുത്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ കേരളത്തിലെ ഈ കടകംപള്ളി സുരേന്ദ്രനും CPM-നും ഒക്കെ നിസ്സാരമായിട്ട് സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു തിരക്കഥ ഉണ്ടാവാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തിരക്കഥയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇനി ഈ കേസ് മുമ്പോട്ട് പോകുന്നത്. അത് കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് ഇത് SIT ചവിട്ടി പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ആദ്യം ഒരു സംശയം ഉണ്ടാക്കിയത്. ഇത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ലോബിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് ആരാണ് ആദ്യം സൂചിപ്പിച്ചത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കേരളത്തിലെ SITയുടെ ഒരു അന്വേഷണം കൊണ്ട് നടക്കില്ല. ഇതിന്റെ റൂട്ട് മാപ്പ് പമ്പയുണ്ട്, അടൂരുണ്ട്, ആറ്റിങ്ങലുണ്ട്, തിരുവനന്തപുരമുണ്ട്, ഡൽഹിയുണ്ട്, കോയമ്പത്തൂരുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സൗകര്യം SITക്ക് ഇല്ല, മിടുക്കുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് CBI പോലെയുള്ള ഒരു ഏജൻസി ഇതിന്റെ അന്വേഷണം നടത്തി കൃത്യമായ റൂട്ട് മാപ്പ് തയ്യാറാക്കി കൃത്യമായ വേണ്ടാന്ന് അല്ല, വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. സ്മൃതി പറയുന്നത് തെറ്റാണ്. നമുക്ക് കാത്തിരിക്കാം. മാർച്ച് മാസത്തിലെ ഒരു തീയതി പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം വരെ നമുക്ക് കാത്തിരുന്നിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. നിങ്ങളടക്കമുള്ള സംഘടനകളോട് നിസ്സാര കാര്യം പറഞ്ഞിങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതോ? അങ്ങനെ പറഞ്ഞിട്ടില്ല സ്മൃതി. ഞാൻ ഇന്നലത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ അഭിഭാഷകനോടും ബാക്കി സംഘടനകളുടെ അഭിഭാഷകരോടും നേരിട്ട് ചോദിച്ചതാണ്. അപ്രകാരം ഒരു പരാമർശമേ നടത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വൈകാരികമായിട്ട് പ്രതികരിച്ചു. ഞങ്ങളെ സംശയിക്കുകയാണോ? പ്രതികൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെടും, നിങ്ങൾ വെയിറ്റ്, സീ ആൻഡ് വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാത്തിരുന്നാൽ ഇതിന് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാകും. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണി ഇതിന്റെ അകത്ത് ചവിട്ടി പിടിക്കുന്നുണ്ട്. അവരുടെ അന്വേഷണത്തിന് ചവിട്ടി പിടിച്ചുകൊണ്ട് ഇത് ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോവുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിയുണ്ടാകും. ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഈ PK ഗോപൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഗ്രാവിറ്റി. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും തീവ്രത എന്നൊരു വാക്കുണ്ട്. ബലാത്സംഗ കേസാണെങ്കിലും മോഷണമാണെങ്കിലും തീവ്രത നോക്കിയാണ് അവർ വിലയിരുത്തുന്നത്. ഒരു മോഷണം നടന്നു, കള്ളം നടന്നു ഒരു
ചെറിയ പരാമർശം നടത്തിയതിനാണ് പയ്യന്നൂരിലെ ഒരാളിനെ പുറത്താക്കിക്കൊണ്ട് പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നത്. പക്ഷേ മോഷണം നടത്തി 90 ദിവസമായി ജയിലിൽ കിടക്കുന്ന ഈ പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം കള്ളന് ഇപ്പോഴും തീവ്രത കുറഞ്ഞ മോഷണം നടത്തിയെന്നാണ് ശ്രീ പി.കെ. ഗോവൻ പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അയാളെ കുറ്റവാളിയായിട്ട് ഞങ്ങൾ പറയുന്നില്ല, അയാൾ തീവ്രത കുറഞ്ഞ എന്തോ ഒരു കുഴപ്പമേ മാത്രമേ ചെയ്തുള്ളൂ. ഇതാണ് CPM-ന്റെ ഇരട്ടത്താപ്പ്. ഒരു കാര്യം കൂടെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹൈക്കോടതിയെ എപ്പോഴും പുണ്യവാളന്മാരായിട്ട് ചിത്രീകരിക്കുന്നവരാണോ? ഇവർക്കെതിരായിട്ട് ഏതെങ്കിലും റിമാർക്സ് ഉണ്ടായാൽ അവരതിനെ ശക്തിയുക്തം ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഈ ഹർത്താൽ നിരോധിച്ചിട്ടുള്ള ആ നിയമം അല്ലെങ്കിൽ ആ ഉത്തരവിനെ മോശമായിട്ടാണ് നിഷേധിച്ചിട്ടില്ലല്ലോ. തിരിച്ചെത്താം, മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ അബിൻ വർക്കി, സഭയിലുണ്ടായ കാര്യങ്ങൾ, സഭയിൽ പ്രതിപക്ഷം ഈ സ്വർണ്ണക്കൊള്ള ഉന്നയിക്കുമ്പോൾ തിരിച്ച് പ്രതിപക്ഷത്തിനെതിരെയും ആയുധമാക്കുന്നുണ്ട് ഭരണപക്ഷം. ഇന്ന് സഭയ്ക്കകത്തും പുറത്തും ആ പ്രതിഷേധത്തിന് പ്രതിരോധവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷത്തെ അടിക്കാനുള്ള വടിയും തങ്ങളുടെ പക്കലുണ്ടെന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഭരണപക്ഷം പറയുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഈ ഭരണപക്ഷം എന്ന് പറയുമ്പോൾ സർക്കാർ എത്രമാത്രം ദുർബലമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്, അത് തന്നെയാണല്ലോ CPM ഉന്നയിക്കുന്നത്. അപ്പോൾ അവർ 100% SIT അന്വേഷണം ശരിയാണ് എന്നും 100% SIT അന്വേഷണം ശരിയായ ദിശയിൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്നുവെന്നും പറഞ്ഞിട്ട് യഥാർത്ഥ പ്രതികളായ പത്മകുമാറും വാസുവും അടക്കമുള്ളവർ ജയിലറയ്ക്കുള്ളിലായി ഇന്ന് 3 മാസത്തോളമായിട്ടും അവരെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഒരു പേരിന് നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒന്ന് പുറത്താക്കാൻ സാധിക്കാത്ത CPM ആണ് ഇവിടെ നിന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്നത്. ഇപ്പോൾ SIT അന്വേഷണം ശരിയാണെങ്കിൽ പോറ്റി പ്രതിയാണെങ്കിൽ പത്മകുമാറും പ്രതിയാണ്, പോറ്റി പ്രതിയാണെങ്കിൽ വാസുവും പ്രതിയാണ്. പോറ്റി കുറ്റക്കാരനായിട്ട്, പോറ്റിയെ നമുക്ക് കുറ്റക്കാരനായിട്ട് മാറ്റണമെങ്കിൽ വാസുവിനെയും പത്മകുമാറിനും കുറ്റക്കാരാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും CPM-ൽ നിന്ന് ഒന്ന് പുറത്താക്കിയിട്ടെങ്കിലും വേണ്ടേ ഇങ്ങനെ വന്ന് ഈ ന്യായീകരണവാദം ഉന്നയിക്കാൻ? അപ്പം സ്വയം ഇളിഭ്യരായി കേരള സമൂഹത്തിന് മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന ആദ്യത്തെ ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകണം. എന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വിമർശനങ്ങളുമായിട്ട് വരാൻ. ഇനി 2, അദ്ദേഹം ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് നിരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഞാൻ ഇന്റർനാഷണൽ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് എങ്ങു നിന്നോ ഉണ്ടാക്കിയെടുത്ത് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ക്യാപ്സ്യൂൾ തരുന്ന മുതലാളിമാരോട് ഹൈക്കോടതി വിധിയെ പറ്റി അതിൻ്റെ മുകളിൽ ഡിവിഷൻ ബെഞ്ചാണോ സിംഗിൾ ബെഞ്ചാണോ അത് എഴുതി വെച്ചത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം ഈ ക്യാപ്സ്യൂൾ തരാനെന്ന് ശ്രീ P.K. ഗോവൻ പറയണം. കാരണം ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിലെ വരികളായിരുന്നു. സുഭാഷ് കപൂറിൻ്റെ പ്രവൃത്തിയുമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനതകളുണ്ട് എന്ന് പറഞ്ഞത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, രാജാ വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഈ സുഭാഷ് കപൂർ ചെയ്തതുപോലെ തന്നെ ആദ്യം അത് റിപ്പയറിങ്ങിന് വേണ്ടി എടുക്കുക, പിന്നീട് അതിൻ്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കുക, അതിന്മേൽ ഒരു വലിയ കൊള്ള നടത്തുക, ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുക. ഇതേ പാറ്റേൺ ആണ് ശബരിമലയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത്, രാജാ വിജയരാഘവൻ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ്. അത് ഈ ക്യാപ്സ്യൂൾ തരുന്നവരോട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. 2, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോർഡ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന പത്മകുമാറിനെതിരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പത്മകുമാറിനെതിരെ പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് ശ്രീ ഗോപൻ ഇവിടെ അറിയേണ്ടത്. കാരണം പത്മകുമാറിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമോ എന്നാണ് ഗോപനും CPM-ഉം സർക്കാരും ശ്രമിക്കുന്നത്. വാസുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമോ എന്നാണ് നിങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പത്മകുമാറിനെ വാസുവിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ പോറ്റിയെ കൂടി രക്ഷപ്പെടുത്തിയാലേ നടക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ മെല്ലപ്പോക്ക് ഉണ്ടാകുന്നത്. അതാണ് ഇതിന്റെ കാര്യം. പത്മകുമാർ എങ്ങനെയാണ് ഇതിൽ കുറ്റക്കാരനായത്? ഇതിൽ സ്വർണം കൊടുത്തു വിടുന്നതിന് മുമ്പ് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് പത്മകുമാറും വാസുവാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ. ഞാൻ ഒരു ദിവസം ഈ വാസുവായിട്ട് ഒരു ചർച്ചയ്ക്കിരുന്നു. ഇപ്പൊ ഈ വാസു പല പ്രാവശ്യം പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആകെ ഞാനൊരു കത്ത് എഴുതുക മാത്രമാണ് ചെയ്തതെന്നാണ് വാസു പറഞ്ഞത്. അപ്പം ഞാനും ആദ്യഘട്ടത്തിൽ വിചാരിച്ചു ഈ വാസു ഒരു കത്ത് എഴുതിയത് കൊണ്ട് വാസു എങ്ങനെ പ്രതിയാകുന്നു. ഞാൻ ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വായിച്ചു നോക്കിയപ്പോഴാണ് ഈ കത്ത് എന്താണെന്ന് മനസ്സിലായത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വാസുവിന് ഒരു കത്തെഴുതി, ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ മെയിൻ്റനൻസ് നടത്തണമെന്നൊരു കത്തെഴുതി. വാസു ഈ കത്ത് വായിച്ചു നോക്കിയിട്ട് എന്താ എഴുതിയത്? ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ എന്നതിന് വരെ ചെമ്പ് തകിട എന്ന് എഴുതി വെച്ചു. അതാണ് ഈ വാസുവിന്റെ കത്ത്. നമ്മളൊരു സിനിമയില് രേവതി പറയുന്നത് പോലെ ഞാൻ ഇത്രയൊക്കെ ചെയ്തോളൂ എന്നിട്ട് അവരെന്നെ ഭ്രാന്തി എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ വാസു പറയുന്നത് ഞാൻ ഈ ഒരു കത്ത് എഴുതിയുള്ളൂ എന്നിട്ടും അവരെന്നെ കള്ള എന്ന് വിളിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. ഈ കത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന. ഈ കത്ത് പത്മകുമാറിന്റെ അടുക്കൽ ചെന്നു. പത്മകുമാറും സ്വർണ്ണപ്പാളികൾ എന്നതിന് പകരം ചെമ്പ് തകിട എന്ന് എഴുതി വെച്ചു. എന്നിട്ടാണ് പോറ്റിക്ക് സ്വർണം കൊടുക്കുന്നത്.
ഇതിൽ നിന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ആരംഭിക്കുന്നത്. ഇത് വായിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു ബോർഡ് എന്തിനാ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ദേവസ്വം ബെഞ്ച് എന്താ പറയുന്നത് നിങ്ങൾക്കറിയോ? അത് ജനുവരിയിലാണ് പറഞ്ഞത്. ഇനി അതും മാത്രമല്ല, ഈ പത്മകുമാർ മറ്റൊരു ഡിഫൻസ് എടുക്കാൻ ശ്രമിച്ചു. എന്താണ്? ഇത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, എല്ലാവർക്കും കൂടെ കൂട്ടുത്തരവാദിത്തമുള്ളതാണെന്ന് പറഞ്ഞു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതും തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞത് താങ്കളായിരുന്നു ഇതിന്റെ അതോറിറ്റി, താങ്കൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം, താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത് എന്നതുകൂടി പറഞ്ഞു. ഇത്രയും മനസ്സിലായിട്ടും ഈ CPM പ്രതിനിധിയും സർക്കാരും പറയുന്നത് പത്മകുമാർ എന്ത് കുറ്റാ ചെയ്തേ, വാസു എന്ത് കുറ്റാ ചെയ്തേ, ഞങ്ങൾ പുറത്താക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തോ അവരെന്താ ചോദിക്കുന്നത്? ഇതൊക്കെ കേരളത്തിൽ മനസ്സിലായിട്ടുണ്ട് ശ്രീ ഗോപൻ. ഇനിയും ഈ പത്മകുമാറിനെ വെളുപ്പിക്കാനാണ്, ആ സ്വർണ്ണ അമ്പലക്കൊള്ളയക്കാരനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളും കുറ്റക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ രണ്ട്, ഇവിടുത്തെ VHPയുടെ പ്രതിനിധി ഏതാണ്ടൊക്കെ അങ്ങ് തള്ളിമറിക്കും. ഒറ്റ കാര്യം ഇതിങ്ങോട്ട് ഒന്ന് പൂർത്തീകരിക്കാം. ഈ VHPയുടെ പ്രതിനിധി ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ ഇപ്പൊ അങ്ങ് CBIക്ക് വിട്ടതിന്റെ മുഴുവൻ ഇപ്പൊ അങ്ങ് റിസൾട്ടായി വന്നിട്ടുണ്ടല്ലോ. സ്വർണ്ണക്കൊള്ളയും മകൾക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണമൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത് VHPയുടെ പ്രതിനിധി ആലോചിക്കണം. പിന്നെ VHPയുടെ പാർട്ടി ഉണ്ടല്ലോ ഒക്കെ കേരളത്തിലെ കേന്ദ്ര ഏജൻസി വരണം എന്ന് പറഞ്ഞത് ആദ്യം. അല്ല, കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ പോയതിന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. കാരണം എന്താ? ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്റർ കൺട്രി ആയിട്ടുള്ള ഞാൻ പറഞ്ഞോട്ടെ സാറേ, ഞാനത് പറയട്ടെ സാറേ. ഞാൻ സാറ് പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ. സാറ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. സാറേ, ഞാൻ താങ്കൾ പറഞ്ഞപ്പോ മിണ്ടിയില്ലോ, ഞാൻ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ഈ CBI, നിങ്ങൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന മകളുടെ കേസ് എന്തായി സാറേ? നിങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ, BJ പാർട്ടി, ആ BJ പാർട്ടിയുടെ പ്രതിനിധികളോടൊന്നും പറ, ആ കേസ് എന്തായെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നുണ്ടോ? ഇവിടെ പിണറായി വിജയനുമായിട്ട് കൂട്ടുകച്ചവടം നടത്തി മകളെ രക്ഷപ്പെടുത്തി ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്ന മുഴുവൻ ആരോപണങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നില്ലേ? എന്നിട്ട് അവരായിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് വീണ്ടും CBI ആയിട്ട് അങ്ങ് വരണമെന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കാനാ? ആ BJ പാർട്ടിയുടെ നേതാക്കന്മാരോട് പറ ഇനിയെങ്കിലും. കാരണം എന്താ? കേരളത്തിൽ BJ പാർട്ടി ചെയ്യുന്നതിനേക്കാൾ നല്ല വർഗീയതയാണ് കേരളത്തിൽ CPM ചെയ്യുന്നത്. കേരളത്തിൽ BJ പാർട്ടി ചെയ്യുന്നതിനേക്കാൾ നല്ല SITയിൽ വിശ്വാസമില്ല എന്ന് SITയുടെ മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ കേന്ദ്ര ഏജൻസി വരണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളത്. തുടക്കം മുതൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയെങ്കിൽ ഈ സംവിധാനത്തിന് പരിമിതിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ അതിനെ സംശയിക്കുകയാണെങ്കിൽ പിന്നെ ആരന്വേഷിക്കും? അതായത് അല്ല, ഞാൻ പറയുന്നത് മൊത്തം പൂർത്തീകരിക്കും. അതായത് ഇവിടെ ഇപ്പൊ ഇന്റർനാഷണൽ ഗ്യാങ്ങിനെ പറ്റി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ഇപ്പൊ സുഭാഷ് കപൂർ ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ട് വിറ്റു എന്നുള്ളതാണ് ഹൈക്കോടതി താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റ ഒരു സാധനത്തെ പറ്റി കേരളത്തിലെ SITക്ക് അന്വേഷിക്കാൻ പറ്റൂ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസിയും അന്വേഷിക്കേണ്ട വിഷയമാണ്. കാരണം കേരളത്തിലെ അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ നിയമസാധുത ഇല്ലാത്തൊരു വിഷയത്തിൽ പിന്നെ അവരെങ്ങനെ അന്വേഷിക്കുന്നത്? അപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലാതെ പിന്നെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്നോ മറ്റല്ല സ്കോട്ട്ലൻഡ് യാർഡും അന്വേഷിക്കാൻ വരണമെന്ന് ഞങ്ങൾ പറയാൻ പറ്റൂ? ഈ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നിയമത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നല്ലാതെ ഞങ്ങൾ പിന്നെ എന്ത് പറയണം? ഇത് അന്വേഷിക്കാൻ പോയ ഘട്ടത്തിലെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായി മകൾക്കെതിരെയുള്ള ആരോപണം? VHPയുടെ പ്രതിനിധി ഇതുവരെ ഒന്നും മിണ്ടിയില്ലല്ലോ. വർഷം കുറെ ആയല്ലോ. കൂട്ടുകച്ചവടം അല്ലേ നരേന്ദ്രമോദിയും പിണറായി വിജയനും നടത്തുന്നത്? എന്തിയെ BJ പാർട്ടിക്കാരനൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ഈ VHPക്കാരനൊക്കെ എവിടെയായിരുന്നു? സാർ, ഞങ്ങളുടെ ആളുകളാണ് ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ സമരം ചെയ്ത് ഞങ്ങളുടെ ആളുകളാണ് ജയിലിൽ പോയത്. ഞങ്ങളാണ് നിരന്തരമായി സമരം ചെയ്തത്. ഈ BJPക്കാരനൊക്കെ എവിടെ പോയി കിടക്കുന്നു? നിങ്ങൾക്ക് ഈ വിശ്വാസത്തെ വിട്ടു നിന്നവരല്ലാതെ ഇതിനെതിരെ ഒരു വാക്കോട്ട് പറഞ്ഞിട്ടുണ്ടോ? പോയി പണി നോക്ക് സാറേ, പോയി പണി നോക്കി. പൊറാട്ട് നാടകം, പിണറായി വിജയൻ പൊറാട്ട് നാടകം, അതൊക്കെ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിണറായി വിജയൻ മാവാട്ടി കൊടുത്ത് BJPക്കാരുടെ പണിയാണല്ലോ. പിണറായി വിജയൻ മാവാട്ടി കൊടുത്ത് അതാ ഇപ്പൊ ചെയ്യുന്നത്. മറുപടി നൽകാം. ഇപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും അധികം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബെഞ്ച് തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മകുമാർ പാർട്ടിയിൽ തുടരുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും? ഞാൻ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കേരളീയ സമൂഹത്തോട് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ശ്രീമതി സ്മൃതി നയിക്കുന്ന ചർച്ചയിൽ ഇന്ന് മാത്രമല്ല തുടർന്നുള്ള സമയങ്ങളിലും പങ്കെടുക്കാൻ കഴിയും. ഒന്ന്, ഈ ചർച്ചയിൽ 5 പേരുണ്ട്. ഒരു കോൺഗ്രസ് പ്രതിനിധി, ഒരു
ഹിന്ദു തീവ്രവാദത്തിൻ്റെ പ്രതിനിധി, ഒരു ഇസ്ലാം തീവ്രവാദത്തിൻ്റെ പ്രതിനിധി, പിന്നെ ഡോക്ടർ പി കെ ഗോപൻ ഈ രൂപത്തിൽ അതിഥികളെ അപമാനിക്കാൻ അങ്ങേക്ക് പറ്റില്ല, അത് ചെയ്തുകൂടാ. മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ പി ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടാണ് എന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങ് ആളുകളെ ഇങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കാതിരിക്കൂ. അങ്ങേക്ക് അങ്ങയുടെ ഭാഗം പറയാനുണ്ട്. അങ്ങയുടെ ഭാഗം പറയാൻ അങ്ങേക്ക് സമയമുണ്ടല്ലോ. അങ്ങേക്ക് പറയാം. എന്റെ അതിഥികളെ അപമാനിക്കാൻ പറ്റില്ല. എന്റെ അതിഥികളെ അപമാനിക്കാൻ അങ്ങേക്ക് പറ്റില്ല. എന്റെ അതിഥികളെ അപമാനിക്കാൻ പറ്റില്ല. ചർച്ചയിൽ പങ്കെടുക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങൾ സ്മൃതി ചർച്ചയെ പങ്കെടുക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ സ്മൃതിയുടെ ചർച്ചയിൽ ഒരാളും പങ്കെടുക്കില്ല. സ്മൃതിയെ സംബന്ധിച്ച് എന്താണോ സംസാരിക്കുന്നത് അങ്ങ് എന്താണെന്ന് അങ്ങ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പി കെ ഗോപൻ. VHP എന്ന സംവിധാനവുമായി നിങ്ങൾ സഹകരിക്കാതിരുന്നിട്ടില്ല. എല്ലാ ചർച്ചകളിലും VHP അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധി ഇരിക്കാറുണ്ട്. അപ്പോൾ VHPയുടെ പ്രതിനിധിയാണ് അനിൽ വിളയിൽ എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് തർക്കമില്ലല്ലോ. അബിൻ വർക്കി കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തനായ എൻ പി ചെക്കുട്ടിയെ മുസ്ലിം തീവ്രവാദി എന്ന് പറയാൻ അങ്ങേക്ക് പറ്റില്ല. ഒന്നാമത് ശ്രീ എൻ പി ചെക്കുട്ടി അങ്ങ് വിചാരിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നല്ല. നിങ്ങൾ തടസ്സപ്പെടുത്തി നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ സമ്മതിക്കത്തില്ല. അങ്ങ് ബാക്കി പറഞ്ഞോളൂ. അതിഥികളെ അങ്ങ് വിശേഷിപ്പിച്ചതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അങ്ങ് പിൻവലിക്കണം. ഇവിടെ ഔദാര്യത്തിന് വിഷയമില്ല. എൻ പി ചെക്കുട്ടിയെ തീവ്രവാദി എന്ന് വിളിക്കാൻ അങ്ങേക്ക് പറ്റില്ല. സ്മൃതി ഞാൻ വിളിച്ചില്ല. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞില്ല. സ്മൃതി ആളുകൾക്ക് പട്ടം ചാർത്തി കൊടുക്കണ്ട. സ്മൃതി കേരളത്തിലുള്ള ആളുകളെ ആക്ഷേപിക്കുന്നത് പോലെ വേറെ ആരും ആക്ഷേപിക്കാറില്ല. അതുകൊണ്ട് സ്മൃതിയുടെ ചർച്ചയുടെ കാര്യം ഞാൻ പറയാം. എനിക്ക് പൊതുസമൂഹത്തോടാ പറയാനുള്ളത്. ഈ ചർച്ചയിൽ 5 പേരിരിക്കുന്നു. ഈ 5 പേരിൽ ഒരു ഇടതുപക്ഷ പ്രതിനിധികളെ ഉള്ളൂ. നിങ്ങൾ എന്ത് ജനാധിപത്യ ബാലൻസിംഗ് ആണ് ഈ ചർച്ചയ്ക്കകത്ത് കൊണ്ടുവരുന്നത്? ഒന്നുകിൽ നിങ്ങൾ സമയം മര്യാദയ്ക്ക് അനുവദിക്കണം, അല്ലെങ്കിൽ ഇടതുപക്ഷ നിരീക്ഷകർ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ഇരുത്തണം. ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളെ മാത്രം വിളിച്ചിരുത്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പുട്ടിന് പേര് ഇട്ട് കൊടുക്കുന്നത് പോലെ നിങ്ങൾ സുഖകരമായ ചോദ്യങ്ങളും ചോദിച്ച് ഞങ്ങളുടെ സമയം മേലാൽ നിങ്ങൾ നശിപ്പിക്കും. നിങ്ങൾ തുടക്കം മുതൽ എടുക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം. ഈ മുസ്ലിം തീവ്രവാദി എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? മുസ്ലിം തീവ്രവാദി ആരോ ഒന്ന് പറഞ്ഞു. ഞാൻ ഈ ചർച്ചയ്ക്ക് അങ്ങനെയുള്ള പരാമർശം ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. സമയമില്ല. മറുപടി പറയാൻ ഒരുപാട് കാര്യങ്ങൾ. മുസ്ലിം തീവ്രവാദി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? നിങ്ങൾ സമയം തരത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എൻ പി ചേക്കുട്ടി ആരാണെന്ന് മനസ്സിലാത്തോടാണ് നിങ്ങൾ ഈ മുസ്ലിം തീവ്രവാദി എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം അബിൻ വർക്കിയുടെ ക്ലാസ് കേട്ട് ഞാൻ അരമണിക്കൂർ നേരം അബിൻ വർക്കിയുടെ ക്ലാസ് കേട്ട് സമൂഹത്തോട് പറയൂ ഇതിലെ മുസ്ലിം തീവ്രവാദി ഒന്ന് പറഞ്ഞു. 5 മിനിറ്റ് അങ്ങനെ നമുക്ക് നീട്ടാം, ചർച്ച നീട്ടാം. അങ്ങേക്ക് സമയമല്ലേ? അങ്ങയുടെ സമയമാണ്. അങ്ങ് വിശദമായി പറയും. അത് സ്മൃതി എനിക്ക് സമയമില്ല. അല്ല, ഏത് ചാനലിൽ അങ്ങ് ചർച്ചയ്ക്ക് പോയാലും ഒരു CPM പ്രതിനിധി, ഒരു കോൺഗ്രസ് പ്രതിനിധി, ഒരു BJP പ്രതിനിധി, ഒരു മാധ്യമ പ്രവർത്തകൻ, എവിടെയും കോമ്പിനേഷൻ ഇത് തന്നെയാണ്. അങ്ങേക്ക് ഇവിടെ എത്തുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ അങ്ങേക്കുള്ള ഈ രോഷം, ആ രോഷത്തിന് പ്രത്യേക സ്വഭാവമുണ്ട്. അങ്ങയുടെ വാക്കുകൾക്ക് പ്രത്യേക രീതിയുണ്ട്. ഞങ്ങൾ എല്ലാ ചർച്ചയും കാണുന്നുണ്ട്. എല്ലാ ചർച്ചകളും കാണുന്നുണ്ട്. അങ്ങ് പറഞ്ഞത് പിൻവലിക്കാനുള്ള സമയമാണ്. അങ്ങ് വേണമെങ്കിൽ പിൻവലിക്കാം. മര്യാദയില്ലാതെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ ചർച്ച നടത്തുന്നത്? ഒരു ജനാധിപത്യ മര്യാദയില്ലാതെ നിങ്ങൾ ചർച്ച നടത്തുന്നത്. ഗോപന് വിശദീകരിക്കാൻ സമയം 7:55 അങ്ങേക്ക് വേണമെങ്കിൽ 8:05 വരെ വിശദീകരിക്കാം. 10 മിനിറ്റ് വിശദീകരിക്കാം. അങ്ങേക്ക് വിശദീകരിക്കാം. ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന മുസ്ലിം തീവ്രവാദിയാരാണ്? ഞാൻ ഒരു തീവ്രവാദിയും ചർച്ചയിലേക്ക് വിളിക്കാറില്ല ശ്രീ ഗോപൻ. ഒരു തീവ്രവാദിയും വിളിക്കാറില്ല. അല്ല, ആയിക്കോട്ടെ. VHPയുമായിട്ട് ഇരിക്കാറുണ്ടല്ലോ ഞാൻ ചോദിച്ചു. അല്ലെ, VHPയുടെ നിലപാടുകളോട് യോജിക്കുന്നില്ല എങ്കിലും അദ്ദേഹം ഇരിക്കാറുണ്ടല്ലോ. ഊരിയോ പോവാണോ? ശരി, ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞത് എന്താണ് എന്ന് അങ്ങ് ജനത്തോടല്ലേ പറയുന്നത്? അപ്പൊ പൂർത്തിയാക്കിയിട്ട് പോകും. അങ്ങ് ജനത്തോടല്ലേ പറയുന്നത്? പൂർത്തിയാക്കിയിട്ട് പോകും. നിങ്ങൾ സമയം തന്നില്ലെങ്കിൽ അല്ല, സ്മൃതി സംസാരിക്കാൻ സമ്മതിക്കും. സ്മൃതി, നിങ്ങൾ ഇടയ്ക്ക് ഇടപെടുന്ന
നിങ്ങൾ കുറെ നേരമായിട്ടല്ലേ ഈ വാചകം അടിക്കുന്നത്. വർത്താനം പറയാൻ സമ്മതിക്കും നിങ്ങൾ ഇത്രയും മര്യാദ കാണിക്കും നിങ്ങൾ. ഒരക്ഷരം പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലയോ? ഇത്ര അഹങ്കാരമാണോ ഒരു അവതാരികയ്ക്ക്? കേരളത്തിൽ ഇത്ര അഹങ്കാരമുള്ള വേറെ ഏത് അവതാരികയുണ്ട്? ഒരക്ഷരവും പറയാൻ സമ്മതിക്കത്തില്ല. എന്ത് പറഞ്ഞു തുടങ്ങിയാലും ഉടനെ ഇടയ്ക്ക് കയറിയേക്കുക. മര്യാദ വേണ്ട എല്ലാത്തിനും. നിങ്ങൾ എത്ര മിനിറ്റ് എനിക്ക് തരാൻ പോകുന്നത്? 8 മണിക്ക് ഞാൻ വേറെ കമ്മിറ്റഡ്. അല്ല, അങ്ങ് അവരോട് സമയം നീട്ടിത്തരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങ് പറഞ്ഞോളൂ. ഒരു അങ്ങ് സമയം തരാനേ. അങ്ങ് പറയൂ. അല്ല, പറഞ്ഞിട്ട് പോയാൽ മതി. ഉദ്ദേശിച്ചത് അങ്ങ് പറഞ്ഞോളൂ എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ചെലവിലാണ് ഞാൻ കഴിയുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ പിന്നെന്താ പറഞ്ഞോളൂ എന്നാണ് പറയാൻ എനിക്ക് സമയം എന്താ? അതാണ്. എന്നിട്ട് നിങ്ങൾ ഇടപെട്ടാലോ? പറഞ്ഞോന്ന് വീണ്ടും പറഞ്ഞോണ്ടിരിക്കുകയല്ലയോ? നിങ്ങൾ എനിക്ക് സമയം തരുന്നില്ലല്ലോ. നിങ്ങൾ ഇവർക്കെല്ലാം സമയം കൊടുത്തല്ലോ. പറയൂ. ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ എന്തിനാണ് ഇത്രയും കൂടുതൽ ഭയപ്പെടുന്നത്? ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയെ വിളിച്ചിരുത്തി നിങ്ങൾ 4 പേരെ വിളിച്ചിരുത്തി ചർച്ച നടത്തി. നിങ്ങൾക്ക് ഭയപ്പാടുള്ളത് കൊണ്ടാ. നിങ്ങൾ ജനാധിപത്യവാദികളല്ല. മിനിമം 3 പേരെ അപ്പുറത്തിരുത്തിക്കോ, 2 പേരെ ഇടതുപക്ഷം. ഞാൻ കേരളീയ സമൂഹത്തോടാണ് ഇത് പറയുന്നത്. കേരളീയ സമൂഹം ഇത് കാണണം. ഇത്തരം മാധ്യമ പ്രവർത്തനം എന്ത് ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണെന്ന് ഓർക്കണം. എന്നിട്ട് ഒരു അവതാരികയുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം കൂടെ ആയി കഴിയുമ്പോഴോ? അതുകൊണ്ട് ചർച്ച ചെയ്യാൻ സമയം തരത്തില്ല. ചർച്ച ചെയ്താൽ അതിനിടയ്ക്ക് കയറി ഇടപെടുക, ആ ആളുകളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക, ഇതൊക്കെയാണ് ഇവിടെ കൊണ്ട് നടത്തിയത്. അങ്ങ് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവല്ലേ? ഏത് വ്യക്തി? അങ്ങേ ഞാൻ അപമാനിച്ചോ? അങ്ങ് ഞാൻ അപമാനിച്ച് എന്ത് പറഞ്ഞു? എന്ത് അധിക്ഷേപിച്ചു അങ്ങേ? അല്ല, ഇതിൽ ഇവിടെ അപമാനിച്ചത് ഈ PK ഗോപനാണ്. ഇവിടെ ഒരു മുസ്ലിം തീവ്രവാദി ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയണം. ഗോപൻ പറയൂ. അങ്ങേ ആരാണ് അധിക്ഷേപിച്ചത്? ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ഒന്നും. പറയൂ. ഞാൻ പറയേണ്ടത് എന്താണെന്ന് ഞാൻ സ്മൃതി തീരുമാനിക്കുന്നത്, സ്മൃതിയല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ സമയം തന്നാലും ഇടപെടലില്ലെങ്കിലും ഞാനിത് പൂർത്തിയാക്കും, അല്ലെങ്കിൽ നിർത്തും. അല്ല, ഇതിനകത്ത് വലിയ വാശിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരു പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത് ഞാൻ പറയാനുള്ളത്, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് തന്നിരിക്കുന്ന ക്യാപ്സൂൾ, ഞങ്ങൾക്ക് ക്യാപ്സൂൾ തരുന്നെങ്കിൽ, ഞങ്ങളാരും ഇതിനകത്ത് അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയ ധാരണ ഉള്ളതുകൊണ്ട് അതിനകത്ത് കയറി ചർച്ചയ്ക്ക് ഇരിക്കുന്നത്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ അതൊരു രാഷ്ട്രീയ നേതൃത്വമാണ്. അല്ലാതെ 50 കോടി രൂപ കൊടുത്ത് പണം കൊടുത്ത് ഒരു PR ഏജൻസിയെ വാങ്ങിച്ചുകൊണ്ട് വന്ന് 100-100 ചില്ലുവാനും വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പാർട്ടി BJPയുടെ അഡ്വൈസറായിട്ടിരുന്ന ഒരാളെ കേരളത്തിൽ വിളിച്ചുകൊണ്ടിരുത്തി രാഷ്ട്രീയം ഉപദേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് കേരള അസംബ്ലിക്കകത്ത് ഒരു ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചു, ഒരു ബജറ്റ് കേന്ദ്രത്തിൽ അവതരിപ്പിച്ചു. 2 ബജറ്റും തമ്മിൽ താരതമ്യം ചെയ്യാൻ കേരള അസംബ്ലിക്കകത്ത് ഒരു അവസരം കിട്ടിയപ്പോൾ BJPക്ക് വേണ്ടി സ്തുതി പാടി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കനകോല് കൊടുത്തൊരു തന്ത്രമുണ്ട്. കനകോല് BJPയുടെ അഡ്വൈസർ ആയിരുന്നല്ലോ. അങ്ങനെ കനകോല് കൊടുത്തൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട വിഷയം ബജറ്റാണ്. ആ ബജറ്റിൽ നന്ദിപ്രമേയ ചർച്ചയുണ്ട്, ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട്. കേന്ദ്ര ബജറ്റിനെതിരായിട്ടൊരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നില്ല. ഇതെല്ലാം കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കനകോലുവിൻ്റെ ക്യാപ്സൂൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ക്യാപ്സൂളുമായിട്ട് വരിക എന്നാ. അടുത്തത് അന്താരാഷ്ട്ര ബന്ധം. അന്താരാഷ്ട്ര ബന്ധം ഉണ്ടെങ്കിൽ ആരുമായിട്ടാണ് ഉണ്ടാവേണ്ടേ? അന്താരാഷ്ട്ര ബന്ധം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെങ്കിൽ സാധാരണഗതിയിൽ ഇത്ര ആന്റിക്ക് കച്ചവടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ സഹോദരിയാ. അതിലേക്ക് പോണോ? അതിലേക്ക് പോകണമെങ്കിൽ അതിലേക്ക് പോകും, നമുക്ക് ചർച്ച ചെയ്യാതെ. അന്താരാഷ്ട്ര ബന്ധം ഇതിനകത്ത് ആർക്കാ ഉള്ളത്? 2000 സോണിയാഗാന്ധി ആന്റി കച്ചവടം നടത്തിയത്. ഇതാണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായല്ലോ. സുരേന്ദ്രൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ ആക്ഷേപിക്കുന്ന സോണിയാഗാന്ധിയെ പറ്റി ഒരു കാര്യം മനസ്സിലായല്ലോ. സോണിയാഗാന്ധിയുടെ സഹോദരി വ്യക്തിപരമായിട്ട് ആളുകളെ ചീത്ത വിളിക്കുന്ന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ വാദമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത് അങ്ങ് വിശദീകരിക്കൂ. കെ സുരേന്ദ്രൻ പറഞ്ഞ വാദമാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരേ ആവശ്യം ഹൈക്കോടതി ഉന്നയിച്ചേ.
അതുപോലെയാണോ അല്ല, ഇത്? ഒരേ അതുപോലെയാണോ ആവശ്യം ഇത്? ഹൈക്കോടതി ഉന്നയിച്ചേ. CBI അത് നിങ്ങൾക്ക് അന്വേഷണം മനസ്സിലായില്ലായിരുന്നു. അതുപോലെയാണോ ഇത്? അതുപോലെ അതുപോലെയാണോ ഇത്? അതുപോലെ അതുപോലെയാണോ ഇത്? ഒരേ ആവശ്യം ചന്ദ്രശേഖരൻ ആവശ്യം ഉന്നയിച്ചു, പ്രതിപക്ഷ നേതാവ് ആവശ്യം ഉന്നയിച്ചു. എന്നാലൊന്നും പറയാനില്ല. അല്ല, നിങ്ങൾ ഒന്നുമില്ല. അങ്ങ് പോരുത് ശ്രീ ഗോപൻ, അങ്ങ് പോകരുത്. അങ്ങ് അധിക്ഷേപിച്ച സ്ഥിതിക്ക് ശ്രീ NP ചെക്കുട്ടിക്കും സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞത് കേട്ട ശേഷം പോകുക. അതാണ് അതിന്റെ ഒരു മര്യാദ. ശ്രീ NP ചെക്കുട്ടി അങ്ങയെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ അങ്ങയുടെ മൊത്തം ഐഡന്റിറ്റി ഇപ്പോൾ പറയേണ്ട ഒരു സ്ഥിതി കൂടിയാണ്. പറഞ്ഞേക്കോ, ഒന്ന് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്കോ. ഹെഡ്സെറ്റ് ഊരിപ്പോയാലും അങ്ങേക്ക് കാണാമല്ലോ, ഇനി കേൾക്കാമല്ലോ. ഡോക്ടർ ഗോപൻ അതിനൊരു മര്യാദ കാണിക്കൂ ശ്രീ ഗോപൻ. അല്ല കേട്ടിട്ട് പോകും. ഡോക്ടർ ഗോപൻ ഞങ്ങൾ തീരെയൊക്കെ ഇസ്ലാമിസ്റ്റുകളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ പാകിസ്ഥാനിൽ പോണ്ടി വരുമോ എന്ന് മാത്രമാണ്. ഗോപൻ സാർ ഞങ്ങളെ ഒന്നും സഹായിക്കാൻ, ഞങ്ങൾ പാവപ്പെട്ട തീയന്മാരാണ്. എൻ്റെ അച്ഛൻ തീയനായിരുന്നു, അമ്മ തീയത്തിയായിരുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എനിക്കൊരു മറുപടി പറയാനുണ്ട്. ഒരു കാര്യം, അദ്ദേഹം ഒരു ഹിന്ദു തീവ്രവാദി എന്ന് ചിലപ്പോൾ എന്നെ ഉദ്ദേശിച്ചായിരിക്കും വിളിച്ചത്. അദ്ദേഹം ഒരു CPM-ന്റെ വെർബൽ ഗുണ്ട എന്നെയോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്നെയോ ചെക്കുട്ടി സാറിനെയോ സ്മൃതിയോ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി ഒരു CPM-ന്റെ വെർബൽ ഗുണ്ടയാണ് അദ്ദേഹം. എനിക്കത് പറയുന്നതിന് യാതൊരു മടിയില്ല. ഞാൻ ഹിന്ദു തീവ്രവാദി തന്നെയാണ്. ഹിന്ദുത്വത്തിന് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഹിന്ദു തീവ്രവാദി തന്നെയാണ്. ഞാൻ പ്രതികരിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി തീവ്രമായി വാദിക്കാനുള്ള കഴിവും പ്രാപ്തിയും എനിക്ക് എന്റെ സംഘടന തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ CPM ആണ്. അതിന്റെ ഗുണ്ടകളാണ് PK ഗോപന്റെ പ്രസ്ഥാനമാണ്. നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ്. ഏതായാലും സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ആർക്കാണ് ആത്മവിശ്വാസം ഉയരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആത്മവിശ്വാസമാണോ അതോ ആശങ്കയാണോ? ഇപ്പോൾ ഈ വിഷയം തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും കത്തുക എന്നുള്ള കാര്യം ഉറപ്പാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ പോര് തുടരും. വളരെ നന്ദി ഡോക്ടർ PK ഗോപൻ, അബിൻ വർക്കി, ശ്രീ NP ചെക്കുട്ടി, ശ്രീ അനിൽ വിളയിൽ. കാണാം മീറ്റ് ദി എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.